രാവിലെ തന്നെ പുഞ്ചക്കല്ലിലോട്ട് ഇന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. പുഞ്ചക്കല്ലിൽ കീര കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. നമുക്ക് നോക്കാം. എൻ്റെ കൂടെ വന്ന 2 സാധനങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നെ കാണാതെ അങ്ങ് അറ്റെത്തി. ആദ്യം പോകാൻ വേണ്ടി ആദ്യം പോണു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആദ്യം എത്താൻ വേണ്ടി ആദ്യം പോയ 2 പേരാണ് തോന്നിക്കുന്നത്. 2 മഹത് വ്യക്തികൾ എന്നെ കൂട്ടാതെ. കീരപ്പാടത്ത് ആരെങ്കിലും ഉണ്ടാന്ന് പോലും അറിഞ്ഞുകൂടാ കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. ആരും നമ്മൾ പ്ലിങ് അടിച്ച് വരേണ്ടി വരും. ആരൊക്കെ ഇതോടെ നിൽപ്പുണ്ട് നോക്കാം. അവരാദ്യം ഇറങ്ങിപ്പോയി. ഈ ഒരു ടാസ്ക്കാണ് ടാസ്ക് ഗൈസ്. ഞാൻ എങ്ങനെ ഇറങ്ങുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയി. ഭഗവാനെ, ഞാൻ എങ്ങനെ ഇറങ്ങുമെന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേവിയേ, വന്ന് വീഴണമെങ്കിൽ ഗൈസ് ഞാൻ വൈറലാവും. ഗൈസ് എന്നെ കൂട്ടാതെ. ബൈ ദ ബൈ, നമ്മൾ ഇന്ന് കീര വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ്? നമ്മുടെ പുഞ്ചക്കരിയിൽ. ഇവിടെ മൊത്തം മുട്ടം കൊതു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കീരയ്ക്ക് അതുവഴി കൂടെ വരാം. മാമൻ ചോദിക്കുന്നത് എന്തായിരുന്നു വന്നേന്ന്. അപ്പം നമ്മൾ കീര വാങ്ങിക്കാൻ വന്നേന്ന്. നമ്മളന്ന് വന്നപ്പോൾ ഇവിടെയൊക്കെ കീര കുറവായിരുന്നു കേട്ടോ. ഇന്നെല്ലാം എന്താ പൊടിച്ച് നിൽക്കുന്നതാ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. കണ്ടോ? ഇതിവിടേക്ക് അന്ന് വന്നപ്പോൾ വിത്തിട്ടിരുന്നേ ഉള്ളുവായിരുന്നേ. ഇതാണ്ട. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെടുന്നത്. നല്ല രസമില്ലേ കാണാൻ. കീര കണ്ട ഗൈസ്, കീര നല്ല രസമുണ്ട്. കീര കാണാണ്ട. ഇങ്ങനെ കീര വാങ്ങിക്കാം. ആദ്യം എത്താൻ വേണ്ടി ആദ്യം വന്നത് 2 പേരാണ്. ചേട്ടാ എന്തിനാ ഇവിടെ നിൽക്കണേ? പയർ മൊത്തം തരിശു ഭൂമിയായിട്ട് കിടക്കുന്നു ഗൈസ്. ചേട്ടാ എന്താണ് രാവിലെ സായാഹ്ന യാമത്തിൽ പറയാനുള്ളത്? കണ്ടാ എൻ്റെ ഇല്ല പൈസ. നല്ല മഞ്ഞുണ്ടല്ലേ. നമുക്ക് വേണ്ടി മമ്മ കീര പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫൈനലി കീര വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നല്ല ഫ്രഷ് കീര. വന്ന് വീഴും. ഇതാ അവരിതാ കൂളായിട്ട് കയറിപ്പോണ്ട്. എനിക്ക് ഈ തേരി കയറാനും ഇറങ്ങാനാണ് ഭയങ്കര പാട് ഗൈസ്. അവരങ്ങ് കയറിയിട്ട് ഞാൻ കയറാമെന്ന് കണ്ട. കീര നല്ല ഇതായിട്ട് നല്ല ഫ്രഷ് കീര കണ്ട. 2ഉം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ വാങ്ങിച്ചത്. പച്ചയും ചുവപ്പും കൂടെ. ചുവപ്പാണ് കൂടുതലുള്ളതെന്ന് തോന്നണം. എനിക്ക് തോന്നണു അവരങ്ങ് എത്തി. പിന്നെ ഞാൻ കയറിട്ട് ഗൈസ്. എന്തരാവോ എന്തരോ. എൻ്റെ പൊൻകിടാവേ അമ്മച്ചി. നേരെ പോയ താഴെ കുഴിയിൽ ഇല്ലെന്ന്. പയറൊക്കെ തീന്ന് അമ്മേ. ഇപ്പൊ വന്ന് വീണേനെ അവിടെ. അത് വിളയാത്തേന്ന്, മുറ്റാത്തേന്ന്. എന്താ മാൻ പറഞ്ഞ് വിളഞ്ഞില്ല മുറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അറിഞ്ഞൂട. ഇല്ല 4 പോലത്തെ പയറ് പ്രവീൺ കേട്ടോ ഗൈസ്. അങ്ങനെ കീരയൊക്കെ വാങ്ങിച്ച് മഞ്ഞ് മാറി വെയിലായി. വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. രണ്ടുപേരും കൂടെ പോണേണ്ട ഗൈസ്. ഇതാണ്ട് ഗൈസ്. ദോ ആ കാണാണ് കിരീടം പാലം കേട്ടാ. കിരീടം പാലൊക്കെ മോഡിഫൈ ചെയ്തിപ്പം വണ്ട് കിരീടം പാലം പിന്നെ എല്ലാവരും കാണിച്ചു കൊടുക്കണ്ടേ. കിരീടം പാലമൊക്കെ ഇപ്പോൾ ന്യൂജൻ പാലമായിട്ടുണ്ട്. ഇതൊക്കെ ഫോട്ടോഷൂട്ട് ഏരിയകളാണ് കേട്ടോ. പുഞ്ചക്കരിക്കകത്തൊരു ഫോട്ടോഷൂട്ട് ഏരിയകൾ. ഇവിടെയൊക്കെ ഫുൾ ഫോട്ടോ. അപ്പം ഇപ്പം അവിടെ എന്തോ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. കൊക്കിനെ എടുക്കണോ? കൊക്കിനെ എടുത്തിട്ട് കയ്യിലിരിക്കുന്നവർ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സീ യു. ടാറ്റോട് എല്ലാവർക്കും ടാറ്റോട്. ഹീര കൊണ്ടാട്ടം ടാറ്റ.